നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നയപ്രഖ്യാപനം കഴിഞ്ഞു മടങ്ങുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കാൽമുട്ടുവേദനയെപ്പറ്റി പറഞ്ഞ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുട്ടുവേദനയുണ്ടായിട്ടും 2 മണിക്കൂറോളം ഒറ്റ നിൽപ്പിൽ തന്നെ ഗവർണർ നയപ്രഖ്യാപനം പൂർത്തിയാക്കിയെന്നതും ശ്രദ്ധേയം. നയപ്രഖ്യാപനം പൂർത്തിയാക്കി പുറത്തേക്ക് പോകുന്നതിനിടെയാണ് ഇടതുകാൽ മുട്ട് ചൂണ്ടിക്കാട്ടി വേദനയെപ്പറ്റി മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. സ്പീക്കർ ഡയസിൽ നിന്ന് പടവുകളിറങ്ങാൻ അല്പം പ്രയാസമുണ്ടായി അദ്ദേഹത്തിന്. നയപ്രഖ്യാപനത്തിനിടെ തന്റെ ഇഷ്ടങ്ങളും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മീൻ വിഭവങ്ങളോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മത്സ്യമേഖലയെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾക്കിടെയായിരുന്നു മീനിനോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് ആർലേക്കർ ആഗ്രഹം പ്രകടിപ്പിച്ചത്. താനും മീൻ കഴിക്കുന്നയാളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗവർണറുടെ സന്തോഷ പ്രകടനം ഭരണപക്ഷാംഗങ്ങൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. 2025 അർജന്റീന ഫുട്ബോൾ ടീമിനെ സൗഹൃദ മത്സരത്തിന് ക്ഷണിച്ചിട്ടുണ്ടെന്ന് ഗവർണർ വായിച്ചു. അപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്നും മെസ്സി വരുമോ എന്ന ചോദ്യമുയർന്നു. അർജന്റീന ടീം വരുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അടുത്തിടെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അത്തരത്തിൽ യാതൊരു നീക്കങ്ങളും ഉണ്ടായില്ല. എന്തായാലും ഈ ഒരു കാര്യവും നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ നയപ്രഖ്യാപനമാണ് ഗവർണർ വായിച്ചത്. പദ്ധതികളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ മലയാളത്തിലുള്ള പേര് പറയാൻ ഗവർണർ കുറച്ച് ബുദ്ധിമുട്ടുന്ന കാഴ്ചയും കാണുവാൻ സാധിച്ചു. വായിക്കുന്നതിനിടയിൽ സംരംഭക സഭയായിരുന്നു അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത്. ആചാരസ്ഥാനീയർ, കോലധികാരികൾ, വട്ടെഴുത്ത്, കോലെഴുത്ത് തുടങ്ങിയ കാര്യങ്ങളും വായിക്കാൻ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഉച്ചാരണ പിശകിൽ അദ്ദേഹം ക്ഷമ ചോദിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതേസമയം നവകേരള സൃഷ്ടി ലക്ഷ്യം വെച്ച് സാമൂഹിക ജീവിത നിലവാരം ഉയർത്തി അതിദരിദ്രരെ അടക്കം ചേർത്ത് പിടിക്കുമെന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയായിരുന്നു ഗവർണർ. മേപ്പാടിയിൽ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കും. 1 വർഷത്തിനുള്ളിൽ ടൗൺഷിപ്പ് പൂർത്തിയാക്കും. അടിസ്ഥാന സൗകര്യം, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, നിലവാരമുള്ള ആരോഗ്യം, വിദ്യാഭ്യാസം, എല്ലാവർക്കും ഭവനം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയിൽ അധിഷ്ഠിതമായ നവകേരളമാണ് ലക്ഷ്യമെന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ വായിച്ചു. സർക്കാരിന്റെ നയപ്രഖ്യാപനം പൂർണ്ണമായും ഗവർണർ വായിച്ചു എന്നതും ശ്രദ്ധേയം. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര നിലപാടിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ഗുണപരമായ നടപടികൾ ആവശ്യപ്പെട്ട് ധനകാര്യ കമ്മീഷന് നിവേദനം നൽകി. ശുഭപ്രതീക്ഷയാണുള്ളതെന്നും ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സോഷ്യലിസം എന്നിവയോടുള്ള പ്രതിബദ്ധത എന്നിവയെക്കുറിച്ചും വ്യക്തമാക്കി. ഇതുവരെയുള്ള നേട്ടങ്ങളിൽ സംതൃപ്തരായി വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സർക്കാർ സേവനങ്ങൾ ജനങ്ങളുടെ അവകാശമാക്കി ഡിജിറ്റൽ ഡിവൈഡ് അവസാനിപ്പിക്കും. 8 വർഷത്തിനിടെ 4.2 ലക്ഷം പേർക്ക് കുടുംബങ്ങൾക്ക് വീട് നൽകി. 1 ലക്ഷത്തോളം പേർക്ക് വീട് കൂടി പൂർത്തിയാക്കും. 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കരകയറ്റുന്നതിനുള്ള പരിശ്രമത്തിലാണ്. 3 വർഷത്തിനിടെ 1 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകി. വീടില്ലാത്തവർക്ക് സുരക്ഷിത ഭവനം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭൂരഹിതത്വം ഇല്ലാതാക്കൽ, മാലിന്യ സുസ്ഥിര സംസ്കരണം, സാന്ത്വന പരിചരണം എന്നിവയ്ക്ക് തദ്ദേശ തലത്തിൽ ഊന്നൽ. ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ വികസിപ്പിച്ചത്. റെയിൽവേ വികസനത്തിന് കേന്ദ്രം അനുമതി നൽകണം. അതിനാവശ്യമായ സമ്മർദ്ദം ചെലുത്തും. വരുമാനം വർദ്ധിപ്പിച്ചും ചെലവുകൾ യുക്തിസഹമാക്കിയും സംസ്ഥാനം മുന്നേറുമ്പോഴും കേന്ദ്ര വിഹിതത്തിലെ കുറവ് കാര്യമായി ബാധിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും വായിക്കുകയുണ്ടായി. അടിസ്ഥാന സൗകര്യം വിപുലമാക്കുന്നതിന് മൂലധന നിക്ഷേപം വർദ്ധിപ്പിച്ച് സദുദ്ദേശപരമായി കൈക്കൊള്ളുന്ന നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം കേന്ദ്രം എടുക്കണമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിലൂടെ അപേക്ഷിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.